പക്ഷെ എനിക്ക് ഈ പടം ഇഷ്ടമായില്ല. ആ ബോറ് പടം ഞാൻ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഈ സിനിമ. ഞാൻ പറഞ്ഞ അച്ഛാ ഈ സിനിമ ഓടില്ല. അന്ന് പുള്ളി എന്നോട് പറഞ്ഞു ഈ സിനിമ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നു. ഞാനാ വേണു മനസ്സേ ബാർബർ ബാലൻ. ഞാൻ രാവിലെ ഷേവ് ചെയ്താണല്ലോ ബാല. ആ ബ്ലേഡ് കയ്യിലുണ്ടെങ്കിൽ എനിക്കൊന്ന് ഷേവ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിക്കാൻ വന്നതാ. ഇത്രയും ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരാൾ ഇത്രയും ഓവർ കോൺഫിഡൻസോടുകൂടി പറയുന്നു. ഒരു ദിവസം ഞാനൊരു ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ കുചേലനും ശ്രീകൃഷ്ണനും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കഥ ആലോചിക്കുമ്പോഴൊന്നും ഉണ്ടായതല്ല ആ കഥ. ഹലോ, നെല്ലിമുറ്റം ഗസ്റ്റ് ഹൗസ് അല്ലേ? ഞാൻ മേലുകാവ് ജംഗ്ഷനിലെ ബാർബർ ബാലൻ. മാസങ്ങൾ കഴിയുന്നു. ഡിസംബർ 20 ഈ സിനിമ ക്രിസ്മസിന്റെ അടുപ്പിച്ച് സിനിമ റിലീസാവുന്നു. ഞാൻ ആ സിനിമ കണ്ടു. ആ സിനിമ 2 തവണ ഞാൻ വീട്ടിലിരുന്ന് കണ്ട ഞാൻ തിയേറ്ററിലിരുന്ന് കരഞ്ഞു ആ സിനിമയുടെ അവസാനം. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. കാതിൽ ചുവന്ന കല്ല് വെച്ച കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എൻ്റെ പ്രിയപ്പെട്ട ബാലൻ. ഈ സിനിമയിൽ ഞാൻ ഒരു സീനെ മര്യാദയ്ക്ക് എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ അവസാനത്തെ സീന. അതിൻ്റെ പുറകിലോട്ട് എന്തെഴുതിയാലും ഒരു കുഴപ്പമില്ല. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എൻ്റെ ബാലൻ. അങ്ങ് പോവുകയാണ്. നമുക്ക് എങ്ങനെ നിന്ന് പറയാണ്, റിയൽ ലൈഫ് പറയുന്നവർ പറയാണ്. നമുക്ക് ഷോട്ടൊന്നും കട്ട് ചെയ്തില്ല. അവൻ്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിൽ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു, കടലമുട്ടായി വാങ്ങിച്ചു. നന്ദിയോടെ ആ പഴയ സഹീർത്തിനെ ഓർമ്മിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലാണ് നമ്മുടെ കഥാപാത്രം. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. ഈ പഴയ സുഹൃത്തിനെ ഓർമ്മിക്കുന്ന അവസാനത്തെ പ്രസംഗമുണ്ട്. ആ പ്രസംഗമാണ് എൻ്റെ ചിന്തയിൽ എങ്ങനെയോ വന്നത്. അവൻ്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും. ഒന്നും കട്ടില്ല. അപ്പോൾ ഞാൻ സുഖം പറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നോൺ സ്റ്റോപ്പ് പോവുകയാണ് ചെയ്തത്. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അവനായിരുന്നു. അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത്. അവൻ്റെ അശോകന് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടായപ്പോൾ ഒപ്പം അവനില്ലല്ലോ എന്ന വേദനയോടെ ഒരു തേങ്ങനോടെ അല്ലാതെ എൻ്റെ പാലിന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം അവൻ്റെ ഓർമ്മയിലുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല.